നടൻ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്യുന്നു. കൊച്ചി ഇഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. തൃശൂർ സ്വദേശി സാത്വിക് റഹീം പ്രതിയായ സേഫ് ബോക്സ് ബിഡിംഗ് ആപ്പ് കേസിലാണ് നടപടി. ഈ വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജയസൂര്യയായിരുന്നു. വിശദാംശം എന്താ പറയുക, ഇങ്ങനൊരു സേഫ് ബോക്സിനെ കുറിച്ച് പറഞ്ഞപ്പോ ലണ്ടനിൽ അല്ലെങ്കിൽ അമേരിക്കയിലുള്ളവരൊക്കെ ചിന്തിച്ച ആ തലത്തിലേക്ക് നമ്മുടെ കേരളത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ചിന്തിച്ചു. ജോയ് താക്കോൽ സേഫ് ബോക്സ്, ദി അൾട്ടിമേറ്റ് ലേലം. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. യെസ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ നമ്മൾ ഈ ചാനലിലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഉച്ച മുതൽ ന്യൂസ് ചാനൽസിലെല്ലാം വരുന്ന ഒരു സ്ക്രോൾ ന്യൂസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂസ് ചാനൽസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടൻ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എത്ര പേര് ന്യൂസ് കണ്ടു എന്നുള്ള അറിയില്ല. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതൊരു 5 കൊല്ലം മുന്നേ ഒക്കെ നടന്നിട്ടുള്ള സംഭവം, കോവിഡ് സമയത്ത് നടന്നിട്ടുള്ളതിൻ്റെ ബാക്കി ആയതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ചിലപ്പോൾ എന്താണ് ഈ വിഷയം എന്നുള്ള ഒരുപക്ഷെ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞവർ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. എന്തിനാണ് ജയസൂര്യനെ ചോദ്യം ചെയ്യുന്നത്, ജയസൂര്യയുടെ റോൾ ഇതിലെന്താണ്, എന്താണ് ഈ വിഷയം, ഇനി ആരൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ്, എന്തായിരുന്നു എന്നുള്ള ഒരു റീകലക്ട്, എന്താ പറയുക, ഒരു പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് റീകലക്ട് ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ. യെസ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ വിഷയം എന്ന് വെച്ചാൽ 2020 കോവിഡിന് ജസ്റ്റ് മുന്നേ സേഫ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിഡിങ് ആപ്പ്, ഇന്ത്യാസ് ഫസ്റ്റ് ബിഡിങ് ആപ്പ് എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഓൺലി ബിഡിങ് ആപ്പ്, അത് കേരളത്തിൽ നിന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള സ്വാതിക് റഹ്മാൻ അല്ലെങ്കിൽ സ്വാതിക് റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു തട്ടിപ്പ് വീരൻ. കാരണം വെച്ചാൽ പിന്നീട് ഒരുപാട് തട്ടിപ്പുകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചങ്ങാതി ചെയ്തിട്ടുള്ള അന്നത്തെ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ അംബാസഡർ ആയിരുന്നു. ഈ ഒരു ന്യൂസിൽ ഫസ്റ്റ് പറഞ്ഞ് ജയസൂര്യക്ക് അതിൽ പരസ്യത്തെ ഉദ്ഘാടനം ചെയ്തു എന്നല്ല, ഉദ്ഘാടനം മാത്രമല്ല, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അന്നത്തെ ഈ ഒരു സേഫ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ജയസൂര്യ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ജയസൂര്യ മാത്രമല്ല, ഈ ആപ്പിന് വേണ്ടി പ്രൊമോട്ട് ചെയ്തിട്ടുള്ള പല ആൾക്കാരുണ്ട്. അപ്പോൾ അന്ന് ഈ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തു. എന്താണ് ഈ സേഫ് ബോക്സ് എന്നുള്ളത് ഇനി പറഞ്ഞതിന് വലിയ റെലവൻസ് ഇല്ല, പക്ഷെ എന്നാലും ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാം. ഒരു ബിഡിങ് ആപ്പാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സാധനം വിൽക്കണം, ഞാനത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ സാധനം ഒരു സെല്ലർ വിൽക്കുന്ന വ്യക്തി അതിൽ ലിസ്റ്റ് ചെയ്യുന്നു, നമ്മൾ കയറി ബിഡ് ചെയ്യുന്നു, ഓപ്ഷൻ, അതായത് ലേലം വിളിക്കുന്നു. അതാണ് ആ ഫസ്റ്റ് പരസ്യം കണ്ടിട്ടുള്ളത്. നമ്മുടെ ലേലത്തിൽ മറ്റേ ചാക്കോ ചിറമകൻ ആയിട്ടുള്ള നമ്മളെ ലേലത്തിലുള്ള സുരേഷ് ഗോപിയുടെ. അപ്പോൾ ലേലം വിളിക്കുന്നു, ബിഡ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും നമ്മൾ പറ്റുന്ന കുറഞ്ഞ തുകയ്ക്ക് എടുക്കാമെന്നുള്ള കണ്ടീഷനിലാണ് ഈ ഒരു ആപ്പ് വന്നിട്ടുള്ളത്. അതിന് ഒരുപാട് ട്രോളുകൾ അന്ന് തന്നെ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ 1700 രൂപയുടെ എയർപോർട്ട്സിന് ബിഡ് ചെയ്ത് വാങ്ങേണ്ടത് 2400 2500. അപ്പം അങ്ങനെ ഒരു സംഭവം വന്നിരുന്നു. എന്തായാലും ഈ ആപ്പ് വന്നു. ഈ ആപ്പിൽ പല ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്തു. ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള ഇഡി അന്വേഷണം നടക്കുകയാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സ്വാതിക് റഹ്മാൻ തൃശ്ശൂർ ബേസിദേവൻ, അവൻ ഒളിവിലാണ്. അവൻ അറസ്റ്റ് ചെയ്തിരുന്നു ആദ്യം. പിന്നെ അവൻ ഇതിനും പോലെ സമാനമായി പല തട്ടിപ്പുകളും, എന്തോ ഐഫോണിൻ്റെ തട്ടിപ്പും അങ്ങനത്തെ പല തട്ടിപ്പുകളും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജയസൂര്യയുടെ റോൾ എന്താ വെച്ചാൽ, അപ്പോൾ ഈ ഒരു ആപ്പ്, അന്നത്തെ ഈ ആപ്പ് കോവിഡോട് കൂടി ഈ സാധനം പൊട്ടിപ്പോകേണ്ടത്. ഇപ്പോൾ കോവിഡോടുകൂടി പൊട്ടിയതാണോ അതോ ഇനിയിപ്പോൾ വേറെന്താ സംഭവം? കാരണം കോവിഡിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് ഒരുപാട് ഇതുപോലുള്ള സ്റ്റാർട്ടപ്പ്സ് പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ ചങ്ങായത്തല്ല, ഇയാളൊരു ഫ്രോഡാണ്. കാരണം ഫ്രോഡ്സ്റ്റർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് റെഡിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുന്നത് ഈ വ്യക്തിനെക്കുറിച്ച് കംപ്ലീറ്റ് വരുന്നത്. എന്തായാലും ഇയാളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ജയസൂര്യ നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ജയസൂര്യ ചോദ്യം ചെയ്യുന്നത്. ഇതിൽ രണ്ടാമത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം വെച്ചാൽ, ഇതിന് മുന്നേയും ഇഡി എനിക്കറിയില്ല, ഇത് അതോറിറ്റി ആണെന്ന് അറിയില്ല, ഇതിന് മുന്നേയും ജയസൂര്യനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറും ഒരു ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള ജയസൂര്യനെ ഇതിന് മുന്നേ, ഈ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കടക്കാം. കാരണം വെച്ചാൽ ഇതുപോലെ ഒരു പ്രൊഡക്റ്റിലേക്ക് ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ളൊരു വ്യക്തിനെ ഒരു പ്രാവശ്യം ചോദ്യം ചെയ്തു. അതിനുശേഷം വീണ്ടും ഇപ്രാവശ്യം ചോദ്യം ചെയ്യാണ്ടായ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ഇടപാട്, ഈ സ്വാതിക് റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ സാമ്പത്തിക ഇടപാടുകൾ കാരണമാണ് ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ആ ന്യൂസ് ഇവിടെ പ്ലേ ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം കാണിച്ചൊരു ക്ലിപ്പുണ്ട്. അതായത് ജയസൂര്യ എന്ന ഉദ്ഘാടനത്തിന് ജോയ് താക്കോൽക്കാരൻ്റെ വക പഴയൊരു തള്ളാണ്. അതിപ്പോൾ പണ്ടത്തെ ട്രോളും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ സ്വാതിക് റഹ്മാൻ അറസ്റ്റ് ചെയ്ത സമയത്ത് വന്നിട്ടുള്ള ട്രോളും പരിപാടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും എന്താണ് ഈ വിഷയം എന്നറിയാത്തവർക്ക് ന്യൂസ് ജസ്റ്റ് അവിടെ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഴയ ക്ലിപ്പിലേക്ക് റീവിസിറ്റ് ചെയ്യണം.
ഇതിൽ പ്രധാനമായും ഒരു ഉദ്ഘാടനത്തിനപ്പുറത്തേക്ക് ഒരു ബ്രാൻഡ് അംബാസഡർ പോലെ ജയസൂര്യ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇ ഡി വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് 2023 ഈസ്റ്റ് പോലീസ്, തൃശൂർ ഈസ്റ്റ് പോലീസ് സാത്വികിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും ഒരു കേരളത്തിന്റെ തന്നെ സ്വന്തമായി ഫ്ലിപ്കാർട്ടും അതോടൊപ്പം തന്നെ ആമസോണും പോലെ കേരളത്തിന് സ്വന്തമായ ഒരു ആപ്പ് എന്ന രീതിയിൽ ഇത്തരത്തിൽ സാധനങ്ങൾ വിൽക്കാനും അതോടൊപ്പം തന്നെ അതിനുള്ള ഒരു ആപ്പ് എന്ന രീതിയിലാണ് ഈ ഒരു സേവ് ബോക്സിനെ അന്ന് അവതരിപ്പിച്ചത്. 2019 ജൂൺ 22-നായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം. ഫ്ലിപ്കാർട്ട് ആമസോൺ അല്ല, ഇത് ബിഡിംഗ് ആപ്പാണ്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങില്ല, നമുക്കൊരു ബേസ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ലേലം വിളിച്ച് സാധനം വാങ്ങിക്കാം. തൃശ്ശൂരിൽ നടക്കും. അത് പറഞ്ഞാലൊന്നും അർത്ഥമില്ല, കാരണം അതൊക്കെ പൊളിഞ്ഞു പോയി. അതിൽ പങ്കെടുത്തത് ജയസൂര്യാണ്. ജയസൂര്യയ്ക്ക് പുറമെ മറ്റ് പല സിനിമാ താരങ്ങളും പ്രമുഖരായിട്ടുള്ള സിനിമാ താരങ്ങളടക്കം ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു. എന്നാൽ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നത് ജയസൂര്യാണ്. അപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകൾ ഈ സാത്വികുമായി നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇഡിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യയെയും ഭാര്യ സരിതയെയും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. രണ്ടുപേരെയും കഴിഞ്ഞ ദിവസം 24-ാം തീയതി ക്രിസ്മസിന് തലേ ദിവസം ചോദ്യം ചെയ്തിരുന്നു. രാവിലെ മുതൽ ഏകദേശം വൈകുന്നേരം വരെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചു. പിന്നീട് രണ്ടാമത് വീണ്ടും വിളിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഇതൊരു പരാതിയായി വരാൻ കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള സാത്വിക് റഹീം എന്ന് പറഞ്ഞ തൃശൂർ സ്വദേശി വലിയ തോതിൽ ആളുകളിൽ നിന്ന് പണം പിരിച്ചു. അതായത് ഇത്തരത്തിലുള്ള ഫ്രാഞ്ചൈസി നൽകാൻ എന്ന പേരിൽ 25 ലക്ഷം രൂപയാണ് പിരിച്ചിരുന്നത്. കൂടാതെ ബിഡിങ്ങിനായി ഒരു ആപ്പ് തയ്യാറായിട്ടുണ്ടെന്നും അതിലൂടെ അതിന്റെ ക്രെഡിറ്റ് സ്വീകരിച്ചുകൊണ്ട് ആ ബിഡിങ്ങിൽ പങ്കെടുക്കാം, അങ്ങനെ വലിയ രീതിയിലുള്ള തട്ടിപ്പായിരുന്നു. പക്ഷേ ഈ ഫ്രാഞ്ചൈസി ലഭിച്ചവരും അവർക്കൊന്നും പിന്നീട് ഒരു പണം പോലും ഒരു ചില്ലിക്കാശ് പോലും അവർക്ക് ലഭിക്കുന്നില്ല, ലാഭവിഹിതം പോലും ലഭിക്കുന്നില്ല. അങ്ങനെയാണ് ഇതിൽ പരാതിയുമായി പോകുന്നത്. ആ പരാതിയുമായി പോയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈസ്റ്റ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതും അതിന്റെ തുടർച്ചെന്ന രീതിയിലാണ് പിന്നീട് ഇ ഡി ഈ കേസിന്റെ അന്വേഷണം ആരംഭിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ജയസൂര്യയെയും ഇതിനുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിട്ടുള്ളത്. ജയസൂര്യ ഈ പറയുന്ന സാത്വികുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന പോലെ തന്നെ ഇതിന്റെ ഉദ്ഘാടനത്തിനടക്കം പങ്കാളിയായ ഒരാൾ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഇതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ, ഈ തട്ടിപ്പിൽ ഇതിന് ബാക്കിയുണ്ടോ എന്നൊക്കെ അറിയാനായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ജയസൂര്യക്കൊന്നും തട്ടിപ്പിൽ ബന്ധം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അതിൻ്റെ ഭാഗമാവുന്ന സമയത്ത് അന്നൊന്നും ഇത് വിചാരിക്കില്ലല്ലോ അല്ലേ, ഇതുപോലത്തെ ആൾക്കാരെ പറ്റിച്ചു പോകുന്നു വിചാരിക്കില്ല എന്ന് വിചാരിക്കുന്നു. അല്ലാണ്ട് ഈ ചങ്ങാതി ഒന്നും ഇയാളൊന്നും അതിന് ചെയ്യും തോന്നുന്നില്ല. അത് മറ്റവരൊരു ഫ്രോഡാണ്. എനിക്ക് കാണും, ഈ ന്യൂസൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലാവും ചെയ്ത തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ. ഏത് തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. രാവിലെ തന്നെ ജയസൂര്യ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരായിരുന്നു. ഇപ്പോഴും ഓഫീസിൽ തന്നെ തുടരുകയാണ്. ഈ അന്വേഷണത്തിന്റെ തീർച്ചയായി കൂടുതൽ സിനിമാ താരങ്ങളിലേക്ക് അടക്കം അന്വേഷണം പോകുമെന്നുള്ള സൂചനകൾ നിൽക്കുന്നുണ്ട്. കാരണം അന്ന് ഈ ഉദ്ഘാടനത്തിന്റെ ഭാഗമായും ഈ ഒരു ബിഡിംഗ് ആപ്പിന്റെ പ്രചാരണത്തിനടക്കം പല ഇത്തരത്തിലുള്ള സിനിമാ താരങ്ങളടക്കം ഇതിൽ പങ്കെടുക്കുകയും അതിന്റെ പ്രചാരണത്തിനടക്കം പരസ്യത്തിലടക്കം അഭിനയിച്ചിട്ടുണ്ട്. പ്രമുഖ താരങ്ങളാണ് അതിൽ എല്ലാവരും ഉള്ളത്. അപ്പോൾ അവരെയും ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി അവരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം പരിശോധന ഇതിന്റെ തുടർച്ചയായിട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നിലവിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേരത്തെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർച്ചെന്ന രീതിയിലാണ് ഈ ഇഡി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതും. ഒപ്പം തന്നെ ഇതുമായി ഇനി ഇതിന്റെ അന്ന് ഈ ഉദ്ഘാടനം എന്ന് പറഞ്ഞ സംഭവം ഇവർ പറഞ്ഞിട്ട് ഉദ്ഘാടനം, അതായത് ജയസൂര്യ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് ആ ഒരു ക്ലിപ്പ് കാണിച്ചിരുന്നു ജയസൂര്യ സംസാരിക്കുന്നത് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാം. കാരണം അന്ന് ഏറ്റവും കൂടുതൽ ഈവൻ ഈ സ്വാതിക് റഹ്മാൻ എന്ന് പറഞ്ഞ ഇവൻ പിടിയിലായ സമയത്ത് ഏറ്റവും കൂടുതൽ ട്രോളായിട്ട് ജയസൂര്യക്ക് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എസ്തർ അനിൽ, പിന്നെ രജിഷ വിജയൻ, അന്നത്തെ സ്റ്റാർസൊക്കെ സ്റ്റാർട്ടപ്പ് നല്ലൊരു കോൺസെപ്റ്റൊക്കെ ആയിരുന്നു. ആ സ്റ്റാർട്ടപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ജയസൂര്യ വന്നു. അന്ന് ചിലപ്പോൾ പറഞ്ഞ പൈസ കിട്ടിയിട്ട് വന്നതായിരിക്കണം, അല്ലാതെ തട്ടിപ്പിലൊന്നും ഭാഗമാണെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ജഡ്ജിമാരാവേണ്ട കാര്യമില്ല, കേസൊക്കെ അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും. ഒരുപാട് സന്തോഷം. ആദ്യം സാധിക്കുന്നതാണ് താങ്ക്സ് പറയുന്നത്. എല്ലാവരും ആശംസകളും തരുന്നു. താങ്ക് യു സോ മച്ച്. ഒക്കെ നോർമലായിട്ട് വന്നിട്ട് ആശംസ പറഞ്ഞിട്ട് പോയപ്പോൾ നമ്മുടെ ജയസൂര്യയുടെ പ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്വാതി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടപ്പോ എന്താ പറയുക, ഇങ്ങനൊരു സേഫ് ബോക്സിനെ കുറിച്ച് പറഞ്ഞപ്പോ ലണ്ടനിൽ അല്ലെങ്കിൽ അമേരിക്കയിലുള്ളവരൊക്കെ ചിന്തിച്ച ആ തലത്തിലേക്ക് നമ്മുടെ കേരളത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ചിന്തിച്ചു. ജോയ് താക്കോൽക്കാരനെ പോലത്തെ വേറൊരു ഭ്രാന്തനെ എനിക്ക് കാണാൻ പറ്റിയപ്പോ എനിക്കത് ആ ജോയ് താക്കോൽക്കാരനെ പോലുള്ള ഭ്രാന്തൻ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അകത്തായി. ഇപ്പോ സന്തോഷം തോന്നി. ഈ ഒരു നല്ല നിമിഷത്തിൽ പങ്കുചേരാൻ സാധിച്ചു. ചരിത്രത്തിന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യമാണ്.
ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു നമ്മളെല്ലാവരും. ഈ ഒരു നല്ല നിമിഷം ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. എല്ലാവിധ ആശംസകളും. നന്ദി. തൃശ്ശൂരിൽ നിന്നുള്ള മറ്റൊരു സംരംഭം കൂടെ കേരളത്തിന്റെ ഒരു സംരംഭമായിട്ട് വളരട്ടെ. ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നീരജ് മാധവ്, ഈ സ്വാതി റഹ്മാൻ എന്ന് പറഞ്ഞവൻ ഗൗതമന്റെ രഥം പോലുള്ള ഏതോ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അത്രേ. ഈ ചെറുപ്പക്കാരൻ വലിയൊരു വാഗ്ദാനമാണ് നമ്മുടെ ഇൻഡസ്ട്രിക്ക്. സ്വാതിക്കിനും സേവ് ബോക്സിനും എന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വലിയൊരു വിജയാശംസ നേരുന്നു. സ്വാതിക്കിന് എല്ലാവിധ മിസ്റ്റർ ബേസിൽ, മലയാളികൾക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന അങ്ങനത്തെ ഉന്നതമായിട്ടുള്ള ബന്ധങ്ങളും പരിപാടിയൊക്കെ കാണിച്ചിട്ടാണ് അത്ര ഇതിന് ആൾക്കാരെ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ഇതിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. എല്ലാ തട്ടിപ്പും അങ്ങനെ തന്നെയാണ്. സംരംഭമായിട്ട് സേവ് ബോക്സ് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ആൾക്കാർക്ക് റിയൽ ആയിട്ടുള്ളതും നോർമൽ ആയിട്ടുള്ളതൊന്നും വേണ്ട. ആൾക്കാർക്ക് വേണ്ടത് കുറേ എക്സാജറേറ്റഡ് ആയിട്ടുള്ള സംഭവം, കുറേ പൊലിപ്പിച്ച് കാണിക്കുക. മര്യാദയ്ക്ക് ഉള്ള സംഗതികളൊന്നും ആർക്കും താല്പര്യമില്ല. വേണ്ടതെന്ന് വെച്ചാൽ ഒരു ലാർജർ ദാൻ ലൈഫ് പിക്ചർ ആൾക്കാർക്ക് മുന്നിലേക്ക് കിട്ടുക. അത് കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന പല സംഭവമുണ്ട്. ലാർജർ ദാൻ ലൈഫ്, ഭയങ്കര ലൈഫാണ്, അല്ലെങ്കിൽ അവൻ എന്തോ ഭയങ്കരമാണ്. തള്ള്, അടിസ്ഥാനപരമായിട്ട് വലിയ വലിയ തള്ളു സംഭവങ്ങൾ ആൾക്കാരെ മുന്നിലേക്ക് എത്തിക്കുക. എന്നിട്ട് കാശുള്ളവൻ, അത് മണ്ടനായിട്ട് പൈസ ഉള്ളവൻ, അതായത് പൈസ ഉള്ള മണ്ടന്മാർ ഇതിൽ കൊണ്ടുപോയി ഇട്ടിട്ട് തരുന്നു. കേരളത്തിലെ പുതിയ അല്ലെങ്കിൽ പഴയ എല്ലാ ചെറുകിട കച്ചവടക്കാർക്കും അവരുടെ ഐറ്റം ജനങ്ങൾക്ക് കണ്ടുകൊണ്ട് വിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം സേവ് ബോക്സ് തന്നിരിക്കും. അത് നിങ്ങൾ ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് തരും, ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാം. ദാറ്റ്സ് ഫോർ ഷുവർ. നിങ്ങൾ ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. രജിഷ വിജയനൊക്കെ പ്രസംഗിച്ചിരുന്നത്. എന്തായാലും നിങ്ങളും ഞങ്ങളൊക്കെ തന്നത്, നിങ്ങളും ഞങ്ങളും തന്നത് ഞങ്ങളിലേക്ക് എത്തിയിട്ടില്ല. എത്തിയത് മുഴുവൻ എവിടേക്കാണെന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കാശ് പോയിട്ടുള്ള വഴി ഏതാണെന്ന് അറിയുന്നില്ല. ഇനി ഇതിൽ വരാൻ പോകുന്ന താരങ്ങൾ, അന്നത്തെ ഒരു പരസ്യമാണ് കേട്ടോ, പരസ്യത്തിൽ അഭിനയിച്ചു എന്നുള്ളത് മാത്രമേ അവർ ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. മറ്റേ ഗോകുൽ സുരേഷും നമ്മുടെ അജു വർഗീസ്. അമ്മച്ചോ, ചാക്കോച്ചിയാന്നേ. ഇത് ചാക്കോച്ചി ജൂനിയർ. കടയാടി കിട്ടി കളത്തല്ലേ. ഇത് കടയാടി ജൂനിയർ. ഒന്ന് പോടാ. ലേലവും വാശിയും ഇന്നും ഇവരെ വിട്ട് പോയിട്ടില്ല. എന്നാൽ കാലം മാറി, ലേലം മാറി. ഇവരുടെ ലേലം ഇപ്പോ ഡിജിറ്റലാണ്. എടാ ഓയെ, വെറും 1000 രൂപയ്ക്കാടാ ഇയർപോഡ് അടിച്ചത്. ആ മാതാവാണ്. എടാ വെറും 2000 രൂപയ്ക്കാടാ ഈ പോർട്ടബിൾ സ്പീക്കർ പിടിച്ചത്. കണ്ടില്ലേ, ഇയർപോഡും ടാബ്ലറ്റും പോർട്ടബിൾ സ്പീക്കറും ഒക്കെ സേവ് ബോക്സ് ലേലത്തിൽ പിടിച്ച് മച്ചമരങ്ങ് മത്സരിക്കുക. ഏസിക്കൊന്നും പഴയ തണുപ്പ് പോരാ. എന്റെ കുരിശുപള്ളി മാതാവേ, ഐഫോണാ കണ്ടോടാ. ഐഫോൺ നിന്നെ ഞാൻ നാളത്തെ ലേലത്തിലെടുത്തോളാം. കാണാടാ. കാണാം. കാലം മാറി, ലേലം മാറി. ഡൗൺലോഡ് ചെയ്യൂ സേവ് ബോക്സ്, കേരളാസ് ഫസ്റ്റ് ബിഡിംഗ് ആപ്പ്. എന്നും പുതിയ പ്രൊഡക്റ്റുകൾ, നിങ്ങൾ പറയുന്ന വില. സേവ് ബോക്സ്, ദി അൾട്ടിമേറ്റ് ലേലം. ജസ്റ്റ് റിമെമ്പർ യെസ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റുകളുടെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ കുറേ എണ്ണങ്ങളുടെ കാശ് പോയി. അതിൻ്റെ അംബാസഡർ ആയിട്ടുള്ള വ്യക്തിനെ ഇപ്പോൾ ED ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ചോദ്യം ചെയ്യലിൻ്റെ ബാക്കിയാണ്. എന്താണ് സംഭവങ്ങളും കാര്യങ്ങളും ജയസൂര്യയുടെ റോൾ എന്നുള്ളത് അറിയുള്ളൂ. അതുപോലെ വിവിധ സെലിബ്രിറ്റികളിലേക്ക് ഈ ഒരു അന്വേഷണം നീളും എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഫർദർ ഡീറ്റെയിൽസ് ഏതായാലും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.